ജിതിൻ, നേരത്തെ താങ്കൾക്ക് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ഉന്നയിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഇനി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനെ വിടുന്നതായിരിക്കും നല്ലത്. അല്ല, ഞാൻ ചില സംശയങ്ങൾ മാത്രമാണ്. അദ്ദേഹം ഒരു വലിയ താത്വിക അവലോകനം ഇവിടെ നടത്തിയല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു താത്വിക അവലോകനം ഭരണരംഗത്തിരിക്കുന്നവരുടെ നയപരമായ മാറ്റങ്ങളിലൂടെയുള്ള ഇത് മാറ്റമാണ്, അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണണമെന്ന്. എൻ്റെ ഒന്ന് രണ്ട് സംശയങ്ങൾ, ഈ അങ്ങയുടെ പ്രധാനപ്പെട്ട കക്ഷി അങ്ങ് പ്രതികരിക്കുന്ന പാർട്ടി ഉൾപ്പെടുന്ന LDFന്റെ പ്രധാനപ്പെട്ട കക്ഷിയാണ് CPM. അതിന്റെ സംസ്ഥാന സെക്രട്ടറി അടഞ്ഞ അധ്യായം തിരുത്തി കഴിഞ്ഞ അധ്യായമാക്കി. ഈ അടഞ്ഞ അധ്യായവും കഴിഞ്ഞ അധ്യായവും തമ്മിലുള്ള വ്യത്യാസം താത്വിക അവലോകനം നടത്താതെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ അങ്ങ് ലളിതമായിട്ടൊന്ന്, അങ്ങനെയുള്ള എല്ലാ ബഹുമാനത്തോടും ചോദിക്കും, ഒന്ന് ലളിതമായിട്ട് വിശദീകരിച്ചു തരുമോ? രണ്ട്, അങ്ങ് പറഞ്ഞു നയപരമായിട്ടുള്ള മാറ്റങ്ങൾ, യുവതീ പ്രവേശനം തെറ്റാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു തിരുത്തൽ രേഖ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കാൻ CPM അങ്ങ് പ്രതിനിധീകരിക്കുന്ന CPM അല്ലെങ്കിൽ LDF തയ്യാറാണോ? മൂന്നാമതൊരു സംശയം 72 സ്പോൺസർമാരുണ്ടെന്ന് പറയുന്നു. ഈ ആഗോള അയ്യപ്പ സംഘത്തിൽ അങ്ങ് പറഞ്ഞു സുതാര്യമായിട്ടുള്ള പരിപാടിയാണ്, എല്ലാം അംഗീകരിക്കുന്നത്, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ എന്നൊക്കെ പറയുന്നു. ഈ 72 സ്പോൺസർമാരിൽ ആരൊക്കെയാണ് ഈ സ്പോൺസർമാരെന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ആകെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് പറഞ്ഞ മറുപടി, ഒന്ന് ഞങ്ങളുടെയൊക്കെ ബാങ്കുകളുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഉദ്ദേശിക്കാം ധനലക്ഷ്മി ബാങ്കോ അല്ലെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് അക്കൗണ്ടുള്ള ഒരു ബാങ്കാകാം. മറ്റ് സ്പോൺസർമാർ ആരാണ്, എന്താണ് അവരുടെ കച്ചവട ഉദ്ദേശം? ഇതൊക്കെ വിശദീകരിക്കാൻ, സുതാര്യമായി വിശദീകരിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? അങ്ങ് ഇതിന് താത്വികമായ അവലോകനത്തിലൂടെ അല്ലാതെ വളരെ സിമ്പിളായിട്ട് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമാകും. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കളിയാക്കി സംസാരിക്കുന്നത് എൻ്റെ ഒരു ശീലമല്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളുമല്ല. അതുകൊണ്ട് ആ ഒരു സമീപനം ധാരാളം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ലേ സാർ? കേൾക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവുമല്ലോ, കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഞാൻ പറയാം, ഓരോന്നും പറയാം, ഓരോ സംഗതിയും പറയാം. 72 എത്രയാ പേരാണെന്ന് എനിക്കറിയില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ സ്പോൺസർമാർ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ പേര് പുറത്തു വരും. രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിച്ചത് എന്തായിരുന്നു? എനിക്ക് ഒന്ന് ഹിന്റ്. എപ്പോൾ? അതെ, എത്ര പറഞ്ഞിട്ടുണ്ടോ അവരുടെ പേരുകൾ കൃത്യമായി പുറത്തു വരും. കഴിഞ്ഞിട്ട് വരും. ഇത് അഥവാ വന്നില്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ വളരെ ചുടുചുട്ടപ്പം പോലത്തെ നിയമമുണ്ട്, വിവരാവകാശ നിയമം. ആ വിവരാവകാശ നിയമത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാനും കഴിയും. അതൊന്ന് ഒളിച്ചു വെക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അടുത്ത് വേറെന്താ? ഇനി എന്താ? അടഞ്ഞ അധ്യായമാണോ കഴിഞ്ഞ അധ്യായവും അടഞ്ഞ അധ്യായവും തമ്മിലുള്ള വ്യാകരണം അല്ല കഴിഞ്ഞ അധ്യായവും അടഞ്ഞ അധ്യായവും തമ്മിലുള്ള വ്യാകരണ ശൃംഖലകളാണെങ്കിൽ ഞാൻ മലയാള അധ്യാപകനല്ല. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞതും അടഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനി അത് ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമില്ല. അതിനകത്തൊരു കൺഫഷൻ ഉണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കൺഫഷൻ ഉണ്ട്. ആ ഒരു വസ്തുത അനിൽ നമ്പ്യാർക്ക് മനസ്സിലാകും, എനിക്കും മനസ്സിലായിട്ടുണ്ട്, താങ്കൾക്ക് മനസ്സിലാകും എന്നതൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ അത് മനസ്സിലായതായി അങ്ങ് ഇവിടെ സമ്മതിച്ചു തരികയില്ല. ഈ രണ്ട് കൺഫഷൻ ഈസ് ദേർ. അതാണ് അതിന്റെ അല്ല, അത് പ്രായശ്ചിത്തമാണ്. സുരേഷ് ബാബു അങ്ങ് പറഞ്ഞ കൺഫഷൻ എനിക്ക് മനസ്സിലായി. CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലെയും ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തോട് കാണിച്ചു കൂട്ടിയതിനുള്ള പ്രായശ്ചിത്തം ഇത് തന്നെയാണ് ശ്രീ വിജി തമ്പി ചോദിച്ചത്. അത് അങ്ങയുടെ വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാനം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമായി അങ്ങ് അത് സൂക്ഷിക്കുക. ആ വ്യാഖ്യാനത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗകര്യം കൊണ്ട് അത് പ്രചരിപ്പിക്കാനും ശ്രമിക്കുക. അതിൽ കവിഞ്ഞ് എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ല. അല്ല, അങ്ങ് ഇപ്പൊ പറഞ്ഞല്ലോ അടഞ്ഞ അധ്യായവും കഴിഞ്ഞ അധ്യായവും. അപ്പൊ അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞ ശ്രീ MV ഗോവിന്ദൻ പിന്നെ അത് അങ്ങനെയല്ല, കഴിഞ്ഞ അധ്യായമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടും ഒരേ അർത്ഥമാണെങ്കിൽ, രണ്ടിനും അർത്ഥം ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാ രണ്ടാമത് മാറ്റി പറയേണ്ട ആവശ്യം? അപ്പോൾ മാറ്റി പറഞ്ഞ എന്തിനാ? അത് ആദ്യം അദ്ദേഹം പറഞ്ഞ അടഞ്ഞ അധ്യായമാണ്, പിന്നെ പിറ്റേ ദിവസം അദ്ദേഹം തിരുത്തി കഴിഞ്ഞ അധ്യായമാണ്.
അതവിടെ നിൽക്കട്ടെ, അതെന്തായാലും എൻ്റെ വിഷയമല്ല, അത് ഞാൻ പറഞ്ഞ വിഷയമല്ല. അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ശബരിമലയിലെ ആചാരങ്ങളെ സംരക്ഷിക്കാനാണ് സർക്കാർ എല്ലാ കാലവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ അങ്ങ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ വളരെ ചെറുപ്പം തൊട്ടേ ശബരിമലയിൽ പോകുന്നൊരു വ്യക്തിയാണ്. ശബരിമലയിൽ പണ്ട് ഡ്യൂട്ടിക്ക് വന്നിരുന്ന പോലീസുകാരെല്ലാം അയ്യപ്പന്മാരാണ്. പോലീസ് അയ്യപ്പന്മാരെന്നാണ് പറയുന്നവരെ. അവര് ക്ഷൗരം ചെയ്യാതെ, താടി വളർത്തി, വ്രതമനുഷ്ഠിച്ച്, അവിടെ ബെൽറ്റ് പോലും ധരിക്കാതെ, ചെരുപ്പിടാതെ, അത് ഒരു കറുത്ത ഒരു മുണ്ട് അരയിൽ കെട്ടും. ആ കെട്ടിയിട്ടാണ് പോലീസുകാർ അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള പോലീസുകാരാണോ ശബരിമലയിൽ വരുന്നത്? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയിൽ പോയപ്പോൾ ഞാൻ തന്നെ അന്വേഷിച്ചതാണ്. അവിടെ വരുന്നതെല്ലാം CPM അനുയായികളായിട്ടുള്ള പുതിയ പോലീസുകാരെയാണ് കഴിയുന്നിടത്തോളം അവിടെ ഡ്യൂട്ടിക്ക് ഇടുന്നത്. അവിടെ വരുന്ന ഭക്തർക്ക് ഏത് രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാം. ഞാൻ ചോദിക്കട്ടെ ശ്രീ സുരേഷ് ബാബു, ഈ ശബരിമലയിലെ അതേ ആ ശ്രീകോവിലിൻ്റെ അതേ ചൈതന്യവും അതേ ഭക്തർ അതുപോലെ കാണുന്ന സ്ഥലമാണ് 18-ാം പടി. അതുകൊണ്ടാണ് 18-ാം പടി ചവിട്ടുന്ന വ്രതധാരികളായിരിക്കണമെന്നും ഇരുമുടിയില്ലാത്തവർ 18-ാം പടി കയറരുതെന്നും പറയുന്നത്. ആ 18-ാം പടിയിൽ പുറംതിരിഞ്ഞ് നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയ പോലീസുകാരാണ് ഇന്ന് അവിടെ ഡ്യൂട്ടിക്ക് പോകുന്നത്. അതിൻ്റെ മറ്റൊരു വശമാണ് അവിടെ ഷൂ ഇട്ടുകൊണ്ട് സോപാനത്ത് പോയത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ താഴെ പോലും പണ്ടത്തെ കാലത്ത് പോലീസുകാർ ഷൂ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അവർ ചെരുപ്പിടാറില്ല, ചെരുപ്പേ ഇടാറില്ല. ആ രീതിയിൽ പവിത്ര, അതായത് 18-ാം പടിക്ക് മുകളിലല്ല, 18-ാം പടിക്ക് താഴെയും ക്ഷേത്രങ്ങളുണ്ട്, അവിടെയും പ്രതിഷ്ഠകളുണ്ട്. ആ പ്രതിഷ്ഠകളെല്ലാം അവിടെയുണ്ട്. അതുപോലെ തന്നെയാണ് 18-ാം പടിയുടെ പവിത്രതയും. അത് സംരക്ഷിക്കുന്ന പോലീസുകാർ ഒരിക്കലും അവിടെ എങ്ങും ചെരുപ്പിട്ട് നടക്കാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെരുപ്പിടാത്തൊരു സ്ഥലത്ത് 18-ാം പടിക്ക് മുകളിൽ സോപാനത്തിന്റെ അടുത്ത് വരെ ചെരുപ്പിട്ടുകൊണ്ട് പോകണമെങ്കിൽ ഒരു പർട്ടിക്കുലർ മൂവ്മെന്റിൽ ശബരിമലയിൽ എത്ര പോലീസുകാരുണ്ട്? ഒരു പർട്ടിക്കുലർ മൂവ്മെന്റിൽ ശബരിമലയിൽ എത്ര പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ട്? ആയിരക്കണക്കിന് പോലീസുകാരുണ്ടാവും. പ്രധാനമായിട്ടും സമയത്ത് ഡ്യൂട്ടി ചെയ്യുന്നു. അവിടുത്തെ മണ്ഡലപൂജ, മകരവിളക്ക് സമയത്തും ആയിരക്കണക്കിന് പോലീസുകാരുണ്ട്. ആയിരക്കണക്കിന് പോലീസുകാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ സുരേഷ് ബാബു, ഞാൻ പറഞ്ഞത് സാറേ, ഞാൻ പറയട്ടെ, പണ്ട് എങ്ങനെയാണ് ഒന്ന് പറയാൻ എന്നെ അനുവദിക്ക്. ആയിരക്കണക്കിന് പോലീസുകാര്, 1000 പോലീസുകാരും ഷൂസ് ഇട്ട് കയറി എന്നാണോ അങ്ങ് പറയുന്നത്? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞു. കയറിയതിനെ കുറിച്ച് അത് പിണറായി വിജയന്റെ തലയിൽ വെച്ച് കെട്ടുവാനുള്ള ഔദ്ധത്യം കാണിക്കുന്നത് ശരിയാണോ? ഞാൻ അങ്ങനെയല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞത് അങ്ങ് ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞതിൽ സുവ്യക്തമാണ്. ഒരു അടിസ്ഥാനം വേണ്ടേ? ഞാൻ പറഞ്ഞ കാര്യം സുവ്യക്തമാണ്. ഞാൻ പറഞ്ഞ കാര്യം സുവ്യക്തമാണ്. പണ്ട് ശബരിമല ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിച്ചിട്ടാ പറയുന്നത്. ശബരിമലയിൽ ഡ്യൂട്ടിയുടെ രാഷ്ട്രീയ ഉദ്ദേശം എനിക്കില്ല. ഞാനത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് കണ്ടിട്ടുണ്ട്. ഷർട്ട് ഇൻസൈഡ് ചെയ്യാതെ പോലീസുകാർ ഒരു തോർത്തുമുണ്ട് അരിയിൽ കെട്ടി ഈ പോലീസുകാർ എത്രയോ രാഷ്ട്രീയം തമ്പിസാറ് നോക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് പോകുന്ന ഡ്യൂട്ടിക്ക് ഇടുന്ന പോലീസുകാരൻ മുഴുവൻ മാർക്സിസ്റ്റ് ആണ് എന്ന് താങ്കൾ പറയുന്നു. ഒക്കെ പോലീസിന്റെ സന്ദേശങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ ദയവ് ചെയ്ത് ചർച്ച, താങ്കൾക്ക് എത്രയോ അവസരങ്ങളും വേദികളും ഉണ്ട് ഈ ഗവൺമെന്റിനെ വിമർശിക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കാൻ. അതൊക്കെ ഉപയോഗിച്ചോളൂ. പക്ഷെ ഈ ചർച്ച അതിന് ഉപയോഗപ്പെടുത്തല്ല. ഈ ചർച്ച ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസിന്റെ മുകളിൽ ചർച്ച ചെയ്യുക. ബേസിക് ആയിട്ടുള്ള അങ്ങ് പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോലീസുകാരുടെ കാര്യമോ ഞാൻ അവിടുത്തെ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അത്ര ചീപ്പാവല്ല. ഇല്ല, ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു വാചകത്തിനും മറുപടി ഉണ്ടാവേണ്ടുന്ന വാചകങ്ങളില്ല. PM സുരേഷ് ബാബു ഇത്രയും പ്രകോപിതനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ സ്വഭാവിയാണ്, അതെങ്ങനെ ഇടപെട്ട് സംസാരിക്കാറില്ല. ഓക്കെ, എന്തോ ഒരു ചില തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശത്തിലേക്ക് പോകേണ്ടി വന്നത്.